ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. അപ്പം ഈ 2023 എന്ന് പറയുന്ന ഒരു വർഷം തന്നെ എന്നെ സംബന്ധിച്ച് ആകെ ഒരു സങ്കടത്തിൻ്റെ വർഷമായിരുന്നേ. അപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല. പ്രിയപ്പെട്ടവരുടെ വേർപാടെന്ന് പറയുന്നത് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. 2023 ഓഗസ്റ്റ് 28-നാണ് അച്ഛൻ മരിക്കുന്നത്. പിന്നീട് ഒരു മാസം, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ ആയപ്പോൾ ഒക്ടോബർ 20-ന് എൻ്റെ ഹസ്ബൻഡിന് അമ്മ മരിച്ചുപോയി. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 2023 വളരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടമേറിയ വർഷമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് ഒന്നും ശ്രദ്ധിക്കാനും സമയം കിട്ടിയില്ല. എങ്കിലും ഇങ്ങനെ നമ്മൾ സ്റ്റക്കായിട്ടിരുന്ന നമ്മുടെ ബ്രെയിൻ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ലല്ലോ. എന്തായാലും നമ്മൾ മൂവ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ, അല്ലേ? അപ്പം അങ്ങനെ ഞാനിങ്ങനെ ആകെ കൂടെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിക്കുന്നത്, എന്തിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ തുടങ്ങിയപ്പോൾ അതിന് ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ കൂടെ വെച്ച് തുടങ്ങിയ ചാനലാണ്. പക്ഷെ പിന്നെ ഞാനത് തിരിഞ്ഞു നോക്കാതായി. എനിക്ക് ഒട്ടുമേ ഒരു സന്തോഷമില്ല ഒന്നിലും. പിന്നെ കുറേ വർക്കുകളും അതിൻ്റെ തിരക്കും ഒക്കെ കൂടെ അങ്ങ് പോകുന്നല്ലാതെ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കൂടെ 10-20 വീഡിയോ ഇട്ട് കാണും. അത്ര വീഡിയോസ് ഇട്ട് കാണും. പിന്നെ ഇട്ടിട്ടേ ഇല്ല, വീഡിയോസും ഇട്ടിട്ടില്ല. പിന്നെ ഒരു 2 ഇൻ്റർവ്യൂ എന്തോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഈ ചാനലിൽ. പക്ഷെ അങ്ങനെ കഴിഞ്ഞ മാസമാണ് ചാനലിൽ ഞാൻ വെറുതെ നോക്കിയപ്പോഴാണ് ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം 10-20 വീഡിയോസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. എങ്കിലും ആൾക്കാർ എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പം എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും, എൻ്റെ വ്യൂവേഴ്സിനോട് എല്ലാവരോടും, ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. 1K സബ്സ്ക്രൈബേഴ്സ് എന്നാവുന്നോ അന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണേലും ഞാൻ വീഡിയോ ഇനിയും തുടങ്ങി ഇടും. എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇൻഫർമേഷൻസ്, നല്ല കാര്യങ്ങൾ, നല്ല തോട്ട്സ്, ചിലപ്പോൾ നല്ല ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ ഒക്കെ എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്നോ, അപ്പം ഒരു ചെറിയ കഥയിലൂടെ, ഞാൻ ചിലപ്പം പത്രത്തിലൂടെ കാണുന്നതായിരിക്കും. എല്ലാ ദിവസവും പത്രവായന ഉണ്ടല്ലോ, ഉണ്ട്, മാഗസിൻസ് കിട്ടുന്നത് വായിക്കും, ലൈബ്രറി ബുക്സുകൾ ഞാൻ വായിക്കാറുണ്ട്. അതിനൊക്കെ എനിക്കിപ്പോൾ സമയം കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഓഫീസിലുള്ള കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനിടയിൽ ഞാൻ സമയം കണ്ടെത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിൽ നിന്ന് കിട്ടിയ ഓരോ ദിവസവും എനിക്കൊരു നല്ല തോട്ട്സ് എങ്ങനെയെങ്കിലും ഞാനത് തപ്പിപ്പിടിക്കും, എവിടെ നിന്നെങ്കിലും. കാരണം അതെനിക്കൊരു പോസിറ്റിവിറ്റി തരുന്നുണ്ട്. അപ്പം ആ തോട്ട്സ് നിങ്ങളോടുമായിട്ട് ഞാൻ ഷെയർ ചെയ്യട്ടെ. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ കിട്ടിയ ഒരു തോട്ട്സാണ്. ഒരു കുഞ്ഞു കഥയാണ്. നമുക്കത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് എടുക്കാൻ പറ്റും. അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു ഗുരുവും ശിഷ്യനും. അപ്പം ഗുരുവിൻ്റെ അടുത്ത് ഈ ശിഷ്യൻ ചെന്ന് പറയുക, ഗുരു, എനിക്ക് എപ്പോഴും സങ്കടങ്ങളാണ്, എങ്ങനെയെങ്കിലും ഈ സങ്കടങ്ങളൊന്ന് മാറ്റിത്തരുമോ? ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ മടുത്തു, എപ്പോഴും എനിക്ക് സങ്കടങ്ങളെ വരുന്നുള്ളൂ, സന്തോഷം എനിക്ക് അനുഭവിക്കാനേ പറ്റുന്നില്ല ഗുരു എന്ന് പറയുകയാണ്. അപ്പം ഗുരു പറഞ്ഞു, ശിഷ്യ, നീ ഒരു പൂവാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ പൂവ് വിടർന്ന് നിൽക്കുന്ന ഒരു പൂവ്, ചുറ്റുമുള്ളവർക്കൊക്കെ അത് സൗരഭ്യം പടർത്തുന്നുണ്ട്. എന്നാൽ നാളെ അത് ഒരു ദിവസമോ 1-2 ദിവസമോ അതിന് ആയുസുള്ളൂ. അപ്പോഴത്തേക്ക് അത് കൊഴിഞ്ഞു വീഴും. എങ്കിലും ആ കൊഴിഞ്ഞു വീഴുന്നവരെ ആ പൂവിന് സൗരഭ്യമുണ്ട്, കാണാൻ ഭംഗിയുമുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മൾ മനുഷ്യരുടെ ജീവിതവും. നമുക്ക് നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നമുക്ക് നാളെ സങ്കടങ്ങൾ നമുക്ക് വരും എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നേ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ ജീവിക്കുക ഒരു കുഞ്ഞു കാര്യത്തിൽ എങ്കിൽ പോലും, ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ എനിക്ക് എപ്പോഴും സങ്കടമാണ്, എൻ്റെ ജീവിതം എപ്പോഴും സങ്കടം കൊണ്ട് നിറഞ്ഞതാണ്, ഈ ജീവിതം വ്യർത്ഥമാണ് എന്ന് ചിന്തിച്ച് ഒരിക്കലും ഒരു ദിവസവും നമ്മൾ ചിന്തിച്ച് പോകരുത്. അങ്ങനെ ഒരു ദിവസം നമ്മൾ ചിന്തിച്ച്, അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ അർത്ഥശൂന്യമായി പോകും, അല്ലേ? ശരിയല്ലേ ആ പറഞ്ഞത്? 2 ടൈപ്പ് ഓഫ് ആൾക്കാരാണുള്ളത്. ഒന്ന് സങ്കടങ്ങളെ തേടി പോകുന്ന ആൾക്കാർ, ഒന്ന് സന്തോഷങ്ങൾ അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അല്ലേ?
അപ്പോൾ സങ്കടങ്ങൾ എങ്ങനെയാണ് തേടിപ്പോകുന്നത്? ചിലർക്ക് ഉണ്ടോ എപ്പോഴും വെപ്രാളവും പരവേശവും വറീസും കൊണ്ട് മാത്രം ജീവിതത്തെ കാണുന്നവർ. എത്ര നല്ല സന്തോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോലും അവരതിനെ കാണാതെ അതിലൊരു സങ്കടം എന്ന് വെച്ചാൽ അതിലൊരു നെഗറ്റീവ് ഉള്ള കാര്യം മാത്രം കണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവരും അല്ലാതെ ഒരു ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് പോലും 100-ൽ 95 മാർക്ക് കിട്ടിയ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അമ്മ പറയാറുണ്ട് അത്രേ, എവിടെ പോയി 5 മാർക്ക്? അപ്പം ആ 5 മാർക്ക് കിട്ടി, എന്താ 95 മാർക്ക് കിട്ടിയല്ലോ മോന്, അത് സന്തോഷം, അവന് കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നതിന് പകരം ആ 5 മാർക്ക് എവിടെ പോയി എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കരുത്. നമ്മൾ വളരെ കൊച്ചു കാര്യത്തിൽ പോലും ഹാപ്പിനെസ് കണ്ടെത്തുന്നവരായിരിക്കണം. അപ്പം ഇതൊരു ചെറിയ തോട്ട്സ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും അധികം ചിന്തിക്കാത്ത ഒരു തോട്ട്സാണ്. നമ്മൾ രാവിലെ മുതൽ നമ്മൾ വെപ്രാളപ്പെടുന്ന എണീക്കുന്നവരുണ്ടാവും അല്ലേ? ഭയങ്കര വെപ്രാളത്തിൽ എണീക്കുന്നു, ടെൻഷൻ അടിച്ച് നമ്മളെല്ലാം ചെയ്യുന്നു, ഓഫീസിൽ പോകുമ്പോൾ അതിൻ്റെ വറീസ്, അത് ആ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്. അങ്ങനെയല്ല, നമ്മൾ എണീക്കുമ്പോഴേ വളരെ ശാന്തമായി എണീക്കുക. ഇന്ന സമയം പോയെങ്കിൽ പോലും, ഇപ്പം 6 മണിക്ക് എണീക്കുന്നതിന് വരെ നമ്മൾ 7 മണിക്കാണ് എണീക്കുന്നെങ്കിലും ആ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ശാന്തതയോടെ വളരെ കാമായിട്ട് ചെയ്തു തീർക്കാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ ഇന്നത്തെ തോട്ട്സ് എന്ന് പറയുന്നത് ഇതാണ്: എന്തിനേയും വളരെ കാമായി ശാന്തതയോടെ നേരിടാൻ പഠിക്കുക.